PSC അംഗമാകാൻ കോഴിക്കോട്ടെ CPM ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളി കോഴ വാങ്ങിയെന്ന ആരോപണം തള്ളിക്കളയാതെ മുഖ്യമന്ത്രി നിയമസഭയിൽ. മാധ്യമവാർത്തകൾ ചൂണ്ടിക്കാട്ടി വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ നടപടികൾ ഉണ്ടാകുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടല്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുകയുണ്ടായി. ചോദ്യോത്തരവേളയിൽ N ഷംസുദ്ദീനാണ് ഈ വിഷയം ഉന്നയിച്ചത്. നിയമസഭയിൽ N ഷംസുദ്ദീന്റെ ചോദ്യവും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ആദ്യം. ഏറ്റവും വലിയൊരു വാർത്ത, ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. ഇതിനു മുമ്പും PSC അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പൊ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? PSC എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യകരമായൊരു വശമാണത്. അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റു പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിൽ 22 ലക്ഷം രൂപ കോട്ടുളി ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുളി വാങ്ങിയെന്നും ഇതേക്കുറിച്ച് പാർട്ടിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ. ഇത് ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇത്തരമൊരു ആരോപണം ഉണ്ട് പാർട്ടിയിൽ എന്ന കാര്യം ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു പരാതി പാർട്ടിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് പ്രമോദ് കോട്ടുളി, ആരോപണ വിധേയനായയാൾ, ന്യൂസ് 18നോട് പ്രതികരിച്ചത്. വിഷയത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കോഴിക്കോട് DCC ഇക്കാര്യം ഉന്നയിച്ചു കഴിഞ്ഞു. പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്നാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പ്രതികരിച്ചത്. കോഴയ്ക്ക് പിന്നിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അവരുടെ വാക്കുകളിലേക്ക്. ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടിയെ CPM തൂക്കി വിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത്. കോഴിക്കോട്ടെ CPMനകത്ത് നടക്കുന്നത് ആശയപരമായ തർക്കങ്ങളല്ല, മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ്. അവർ തമ്മിലുള്ള പല കച്ചവട കണക്കുകളുടെയും തർക്കത്തിനൊടുവിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇത് വളരെ ഗൗരവകരമാണ്. ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ, കോറി മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, സ്വർണ്ണക്കടത്ത്, എല്ലാത്തിന്റെയും പുറകിൽ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തുവരികയാണ്. എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. സത്യം രണ്ടാവശ്യമാണ് അവർ ഉന്നയിച്ചത്. ഒന്ന് 22 ലക്ഷം തിരികെ കിട്ടുക എന്നുള്ളതാണ്. അവർക്ക് തിരികെ കൊടുത്തു. രണ്ടാമത് പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. പ്രമോദ് കോട്ടുളി മാത്രമാണെങ്കിൽ, അപ്പോൾ പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടി എടുത്താൽ എന്ത് സംഭവിക്കും എന്ന ആശങ്കയിലാണ് ഈ കോക്കസിലെ മറ്റാളുകൾ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു കാലതാമസത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ നടപടി എടുത്തില്ലെങ്കിൽ ഇവരിനി
ഈ ഭയം മറന്നീക്കിയിട്ട് പുറത്ത് പറയാൻ ധൈര്യപ്പെടുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒന്നുകിൽ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി വരിക, അല്ലെങ്കിൽ ഇവർ പുറത്ത് പറയാം. രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അല്ല, നടപടി ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാനാണ് ഉയർന്നു വരുന്നത് എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. നിയമ നടപടി താൻ സ്വീകരിക്കുമെന്നും റിയാസ് പ്രതികരിക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി നിയമസഭയിൽ നിന്ന് വി അരുൺ ചേരുന്നു. ഒപ്പം കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ഈ മാധ്യമ വാർത്തകളാണ് ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചത്. മാധ്യമ വാർത്തകൾ എന്ന് പറയുമ്പോൾ അത് PSC അംഗത്തെ നിയമിക്കുന്നതിന് വേണ്ടി 60 ലക്ഷം രൂപ കോഴ ചോദിച്ചു. അതിൽ 22 ലക്ഷം രൂപ ഒരാൾ കൊടുത്തു. അത് CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗത്തിനാണ് കൊടുത്തത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞതാണ് ഇങ്ങനെ CPM-ന്റെ കോഴിക്കോട്ടെ നേതാവ് പണം വാങ്ങിയത്. ഇതേക്കുറിച്ച് പാർട്ടിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്നായിരുന്നുവല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ഇതിലേക്കൊന്നും പോകാതെ ഇതൊന്നും തള്ളാതെയുള്ള മറുപടിയല്ലേ നിയമസഭയിൽ നൽകിയത്? അപ്പോൾ പാർട്ടിയിൽ അന്വേഷണം നടക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്തത്? തീർച്ചയായിട്ടും വാർത്ത സ്ഥിരീകരിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി ചെയ്തത്. മാത്രവുമല്ല, ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിവുണ്ടോ ചോദിക്കുമ്പോൾ അത്തരം പല തട്ടിപ്പുകളും PSCയെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്നുണ്ട്, PSCയുടെ പേര് പറഞ്ഞുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ പണം കൊടുത്തൊന്നും ആരെയും PSC അംഗമാക്കാൻ കഴിയില്ല കേരളത്തിൽ എന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഈ വാർത്തകൾ അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പരിശോധന ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കും. അതായത് ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകും. ഇപ്പോഴുണ്ട് പാർട്ടിയുടെ അന്വേഷണമാണ്. പാർട്ടി ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് CPM-ന് കിട്ടിയ പരാതിയാണ്. അതിൽ നടപടി ഉണ്ടാകും. ഇയാളിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടും. ഈ ചില CPM നേതാക്കളുമായി നമ്മൾ ഈ വിഷയം സംസാരിച്ചു. അപ്പോഴും അവർ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് നടപടിയെടുത്തില്ല പ്രമോദ് കോട്ടൂളിക്കെതിരെ ചോദ്യത്തിന് ഒരു ആരോപണം മാത്രമാണ്, അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കണം എന്നൊരു നിലപാടാണ് നേതൃത്വത്തിലുള്ളത്. ഏതായാലും 2 അംഗ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ഈ ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം നടപടി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് CPM നേതാക്കൾ നൽകുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു വിവരം പുറത്തു വന്നതിന് പിന്നിൽ CPM-ലെ കോഴിക്കോട് CPM-ലെ ഗ്രൂപ്പ് തർക്കങ്ങളാണ്. അവിടുത്തെ രാഷ്ട്രീയ CPM-ന്റെ രാഷ്ട്രീയ ബലാബലത്തിലുണ്ടായ മാറ്റങ്ങളാണ്. മറ്റു ചില പ്രധാനപ്പെട്ട നേതാക്കൾക്ക് കൂടി പങ്കുണ്ട്, ഈ ആരോപണം പുറത്തു വന്നതിൽ പങ്കുണ്ടെന്ന് CPM നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ആരോപണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും CPM കൂടി മറുപടി പറയേണ്ട, അത് CPM മറുപടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി അന്വേഷണം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് PSCയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ PSC അംഗത്വം നൽകാമെന്ന് പറഞ്ഞാണ്, മറിച്ച് PSC ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന ആരോപണവും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും PSC പോലുള്ള ഭരണഘടനാ സ്ഥാപനത്തെയാണ് ഉപയോഗിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്തും PSCക്കെതിരെ വലിയ ആരോപണങ്ങൾ, അവരുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്ത തരത്തിലേക്കുള്ള ആരോപണം ഉയർന്നു വന്നതാണ്. ഇപ്പോൾ വീണ്ടും PSC എന്ന ഭരണഘടനാ സ്ഥാപനം കേരളത്തിൽ ഏറ്റവും അധികം യുവാക്കൾ പ്രതീക്ഷയോടെ കാണുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ഈ സംശയ കരുതലിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഒരു പാർട്ടി അന്വേഷണത്തിൽ മാത്രം ഒതുക്കാവുന്ന വിഷയമല്ല, അതിനപ്പുറത്തേക്കുള്ള അന്വേഷണം വേണം. പോലീസിന്റെ കൃത്യമായ ഏതെങ്കിലും ഏജൻസികൾ തന്നെ അന്വേഷിക്കണമെന്ന ആവശ്യം കൂടി ശക്തമാവുകയാണ്. ഏതായാലും CPM-ന്റെ നടപടി ഉണ്ടാകും പ്രമോദിനെതിരെ എന്നുള്ള ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം ആർക്കോ കൈമാറി എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയർന്നത്. സ്വാഭാവികമായും ഒരു പോലീസ് അന്വേഷണമോ അല്ലെങ്കിൽ ഒരു ക്രൈംബ്രാഞ്ചിന്റെയൊക്കെ അന്വേഷണം ഉണ്ടായേക്കാം, ആ സാധ്യത തള്ളിക്കളയാനാകില്ല. ശരി അരുൺ, എന്തായാലും എന്താണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നത് എന്ന കാര്യം കൂടുതൽ വ്യക്തതയോടുകൂടി മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന്. അനീഷ്, നിലവിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ ഉള്ളത്. ഒരു ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൽ ഒന്നും CPM പറയുന്നില്ലല്ലോ. ഏത് തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ്. ഇന്ന് പാർട്ടിയുടെ ജില്ലാ നേതൃയോഗം ചേരും ഇക്കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എന്നൊരു വാർത്തയുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് ഇല്ല എന്നാണല്ലോ ഇപ്പോൾ. ഈ പ്രമോദ് കോട്ടൂളി പറയുന്നത് വെല്ലുവിളിയുടെ സ്വരമാണ്, അങ്ങനെ ഒരു കാര്യമേ ഇല്ല, തെളിയിക്കൂ, ശബ്ദം കൊണ്ടുവരൂ എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് പാർട്ടിക്കുള്ളിൽ? ഏത് തരം അന്വേഷണം നടക്കുന്നു? ഈ ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടി ഉറപ്പായിട്ടുണ്ടോ? എന്താണ് കോഴിക്കോട് നൽകാൻ കഴിയുന്ന വിവരം?
മഞ്ജുഷ, ഈ പാർട്ടിക്കുള്ളിൽ ഈ പ്രശ്നം സജീവ ചർച്ചയായി മാറുന്നുണ്ടെങ്കിൽ പോലും ഔദ്യോഗികമായ ഒരു വിശദീകരണം ഇപ്പോഴും പാർട്ടി നേതൃത്വം, അതായത് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല. ഏതാണ്ട് ഈ പ്രശ്നം ഒത്തുതീർപ്പായി എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് ചേവായൂരുള്ള ഒരു ഹോമിയോ ഡോക്ടർ, വനിതാ ഹോമിയോ ഡോക്ടറാണ് ഇത്തരത്തിൽ ഈ PSC ജോലി ലഭിക്കുന്നതിനായി കോഴ കൊടുത്തത് എന്ന വിവരമാണ് പാർട്ടിക്കുള്ളിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ബോർഡ് നിയമനമല്ല എന്ന രീതിയിൽ പാർട്ടിയിലെ ചില ആളുകൾ തന്നെ നമ്മളോട് വ്യക്തിപരമായി ഇപ്പോൾ സമ്മതിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. PSC ജോലിക്കായി അപേക്ഷിച്ച ശേഷം അഭിമുഖത്തിനുള്ള പട്ടികയിൽ ഇവരുടെ പേരുൾപ്പെട്ടിരുന്നു. ആ പേരുൾപ്പെട്ട ശേഷം ജോലി ലഭിക്കണം, ഇന്റർവ്യൂവിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമോദ് കോട്ടൂളിയെ സമീപിക്കുകയും പ്രമോദ് അതിന് സമ്മതം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ അവരുടെ പേരുണ്ടായിരുന്നില്ല. പാർട്ടി കുടുംബത്തിൽ തന്നെ പെട്ട ആളാണ് ഈ വനിതാ ഡോക്ടറും. അതുകൊണ്ട് പിന്നീട് പാർട്ടിയുടെ മുന്നിൽ പരാതിയുമായി എത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ. ഒപ്പം മറ്റൊന്ന് രണ്ട് ഇടങ്ങളിൽ കൂടെ സഹകരണ സ്ഥാപനങ്ങളിലെ പോലുള്ള ഇടങ്ങളിലെ നിയമനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലും പ്രമോദ് കോട്ടൂളി ഇടപെട്ടു എന്ന രീതിയിലും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വിവരങ്ങൾ വരുന്നു. ഇതെല്ലാം കൂടി ചേർത്താണ് സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, ഈ സഹകരണ സ്ഥാപനങ്ങളിലെ പോലുള്ള ഇടങ്ങളിൽ നിയമനത്തിന്റെ കാര്യം വരുമ്പോൾ പാർട്ടി ഏരിയ സെക്രട്ടറിയോ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരെ ബന്ധപ്പെടുത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. പക്ഷേ ഒരു അധികാര കേന്ദ്രം എന്ന രീതിയിൽ പ്രമോദ് കോട്ടൂളി തനിച്ചു പ്രവർത്തിച്ചു എന്ന ഒരു ആക്ഷേപമാണ് പാർട്ടിക്കുള്ളിൽ ഈ PSC ആരോപണത്തിനൊപ്പം ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ജില്ലാ കമ്മിറ്റി യോഗം, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും ഇക്കാര്യത്തിൽ ചില ചർച്ചകൾ നടത്തിയ ശേഷം അടുത്ത സെക്രട്ടേറിയറ്റ് യോഗം ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കാൻ മാറ്റുകയായിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും ഇന്ന് ജില്ലാ കമ്മിറ്റിയോ ജില്ലാ സെക്രട്ടേറിയറ്റോ ചേർന്നിട്ടില്ല. കാരണം മേഖലാ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര വടകര മേഖലകളിലാണ് ജില്ലാ സെക്രട്ടറി ഉള്ളത്, P. മോഹന മാസ്റ്റർ ഉള്ളത്. അദ്ദേഹത്തെ പലവട്ടം നമ്മൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യുകയുണ്ടായില്ല. പക്ഷേ മറുവശത്ത് പരാതിക്കാരി ഒരു തരത്തിലും, അല്ലെങ്കിൽ പരാതിയുള്ള കുടുംബം ഒരു തരത്തിലും പുറത്തേക്ക് എത്തില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിൽ PSCയുടെ നിയമനത്തിനോ അല്ലെങ്കിൽ PSC ബോർഡ് മെമ്പർ ആവുന്നതിനോ പരാതി ഈ കോഴ നൽകിയാൽ അവർ തന്നെ ഒന്നാം പ്രതിയായി കേസിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തെളിവുകളും മറ്റ് രേഖകളും പരാതിയും ഒന്നും പുറത്തുവിടില്ല എന്നൊരു ഉറപ്പ് CPM-ന് ഇതിനകം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രമോദ് കോട്ടൂളി പറയുന്നത്, ആരാണ് തനിക്കെതിരെയുള്ള പരാതിക്കാർ, എന്താണ് അവരുടെ പരാതി, അവർ പരസ്യമായി മുന്നോട്ട് വന്ന് പരാതി പറയട്ടെ, ഒപ്പം ശബ്ദരേഖകൾ അടക്കമുള്ള എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അവർ ആ തെളിവുകൾ പൊതുസമക്ഷത്തിൽ ഹാജരാക്കട്ടെ എന്നും അവർ പറയുന്നത്. ഒപ്പം ഒരു തരത്തിലുള്ള അന്വേഷണവും തനിക്കെതിരെ ഉണ്ടായിട്ടില്ല, ആരും ഇതുവരെ തന്നോട് വിശദീകരണം തേടിയിട്ടില്ല. താൻ ഏരിയ കമ്മിറ്റി അംഗമാണ്, ഏരിയ കമ്മിറ്റിയോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയോ ഒന്നും തന്നോട് ഇതുവരെ വിശദീകരണം തേടിയിട്ടുമില്ല, മറിച്ചുള്ള എല്ലാ വാദങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നും പറയുന്നു. എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇവരുടെ പണം മടക്കി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഈ പ്രശ്നം ഒരു ആവിയായി പോകുന്നതിനും സാധ്യതയുണ്ട്. പക്ഷേ ഏറ്റവും മൗലികമായ മറ്റൊരു പ്രശ്നം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിയാണ് CPM-ന് നേരിടേണ്ടി വന്നത്. അന്ന് തന്നെ പാർട്ടിയിൽ ഒരു തിരുത്തൽ വേണമെന്ന്, അതായത് ഇത്തരത്തിൽ പണത്തോട് ആർത്തിയുള്ളവരും ഈ പണത്തിനു വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെയും ഒഴിവാക്കി നിർത്തണമെന്ന ഒരു ആഹ്വാനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. അതുകൊണ്ട് ഇത്തരം അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരസ്പരം പറഞ്ഞൊത്തുതീർപ്പാക്കി പണം മടക്കി നൽകി ഒത്തുതീർപ്പാക്കുകയാണോ അതോ മാതൃകാപരമായ നടപടികൾ സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഒപ്പം പാർട്ടിയുടെ സമ്മേളന കാലങ്ങളാണ് വരാൻ പോകുന്നത്. സെപ്റ്റംബർ മുതൽ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കുന്നു. അതിനു മുമ്പായി പാർട്ടിയിൽ രണ്ട് ചേരി ശക്തമായി തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട്. ആ രണ്ട് ചേരികൾ തമ്മിലുള്ള ഒരു വടംവലിയുടെ ഭാഗം കൂടിയാണ് ഈ പരാതി. എന്തായാലും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് കോഴിക്കോട് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. ഇത് പാർട്ടിക്കുള്ളിൽ ഒത്തുതീർപ്പായിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കേണ്ടതാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ നടപടി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് പാഴ്വാക്കായി പോകും. അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ EDക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. നേരത്തെ കരുവന്നൂർ ബാങ്കിൽ നിന്ന് ED രേഖകൾ പിടിച്ചെടുത്തിരുന്നു. ഈ രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ രേഖകളില്ലാതെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ക്രൈംബ്രാഞ്ചാണ് ഇക്കാര്യത്തിൽ കോടതിയെ സമീപിച്ചത്. അതുമാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ വിജയം കൂടിയാവുകയാണ് CPM-ന്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, CPM പലതവണ ഇക്കാര്യം ഉന്നയിച്ചതാണ് പുറത്ത്. അതേസമയം ക്രൈംബ്രാഞ്ച് കോടതിയിലും ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ്. ക്രൈംബ്രാഞ്ചിന് നൽകാതെ രേഖകൾ ED പിടിച്ചുവെക്കുന്നതിനാൽ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നു. കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുന്നതിന് വേണ്ടി ഈ രേഖകൾ ആവശ്യമാണ് എന്ന് സർക്കാരും പറഞ്ഞിരുന്നു, ബാങ്കും പറഞ്ഞതാണ്. ഇത് പൊതുവെ നോക്കുകയാണെങ്കിൽ EDക്ക് വലിയ ഒരു തിരിച്ചടി കോടതിയിൽ നിന്നുണ്ടായിരിക്കുകയല്ലേ?
ശരിക്കും മഞ്ജുഷ, കാരണം ED കഴിഞ്ഞ കുറേ നാളുകളായി കരുവന്നൂർ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാടിൽ CPM-നെതിരെ, അത് CPM-നെ പ്രതി ചേർക്കുന്ന സാഹചര്യം വരെയുണ്ടായി. CPM-ന്റെ 29 കോടി രൂപയുടെ സ്ഥാവര വസ്തുക്കളും കണ്ട് കെട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല 73 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപങ്ങൾ 8 അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഒരു പാർട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെ കള്ളപ്പണ ഇടപാടിൽ പ്രതി ചേർക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ CPM-നെ കൂടി പ്രതി ചേർത്തുകൊണ്ട് തന്നെയായിരുന്നു ED ഈ നീക്കം തുടങ്ങിയിരുന്നത്. മാത്രമല്ല CPM-ന്റെ ബ്രാഞ്ച് ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ MM വർഗീസിന്റെ പേരിലാണ് പൊറത്തുശ്ശേരി ബ്രാഞ്ചിന് വേണ്ടിയിട്ടുള്ള ഭൂമി 4.66 സെന്റ് ഭൂമി 13 ലക്ഷത്തിന്റെ ഭൂമി വാങ്ങിയതെന്നും അത് ഈ കള്ളപ്പണ ഉപയോഗിച്ചാണ് എന്നുമായിരുന്നു ED-യുടെ വാദം. പക്ഷെ ഇതൊക്കെയാണെങ്കിൽ പോലും നിക്ഷേപകരിൽ നിന്നും, അതായത് ബാങ്ക് ലോൺ വഴി തട്ടിയെടുത്ത പണം, കോടികളുടെ പണം ഉപയോഗിച്ചിട്ടാണ് CPM-ന്റെ പല നേതാക്കളും അനുയായികളും കോടീശ്വരന്മാരായതെന്നായിരുന്നു ഈ ED വാദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്നും പിടിച്ചെടുത്ത പണം തന്നെ നിക്ഷേപ തട്ടിപ്പിനിരയായവരുടെ പണം തിരികെ നൽകാൻ, ആ പണം ഉപയോഗിക്കുന്നതിൽ തടസ്സമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ ED ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ച്, അങ്ങനെ ഒരു സാഹചര്യമുണ്ട് എന്ന് ED ഹൈക്കോടതിയിൽ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ഈ പണം തിരികെ കൊടുക്കണമെങ്കിൽ പോലും അതിന്റെ കൃത്യമായ രേഖകൾ വേണം എന്ന് സർക്കാരും ബാങ്കും നിരന്തരം ആവശ്യപ്പെട്ടിട്ട് പോലും അത് രേഖകൾ നൽകാൻ ED തയ്യാറാകാത്ത സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല ക്രൈംബ്രാഞ്ചും നിരന്തരം ഈ രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ നൽകിയ ഹർജിയിലാണ്, അതായത് ED രേഖകൾ നൽകുന്നില്ല എന്നുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. അടിയന്തരമായി ED പിടിച്ചെടുത്ത എല്ലാ രേഖകളും ക്രൈംബ്രാഞ്ചിന്റെ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കൈമാറണം. മാത്രമല്ല ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ 2 മാസത്തിനകം പൂർത്തിയാക്കണം. ഈ മാസം 25-നുള്ളിൽ, ജൂലൈ 25-നുള്ളിൽ രേഖകൾ മുഴുവൻ കൈമാറണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം. മഞ്ജുഷ്, ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. EDക്ക് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ അന്വേഷണം തുടരുന്നതിനിടെ ക്രൈംബ്രാഞ്ചാണ് യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത്, യഥാർത്ഥ കേസ് അന്വേഷിക്കുന്നത്. ഇക്കാര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് രേഖകൾ നൽകണം എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. കോൺഗ്രസിലെ കൂടോത്ര വിവാദത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ തള്ളിപ്പറഞ്ഞ് മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൂടോത്രം ആരുടെ വീക്ഷണമായാലും അത് കാലഹരണപ്പെട്ടതാണെന്നും കൂടോത്രത്തിൽ വിശ്വസിക്കുന്നത് മാനസിക രോഗമാണെന്നുമാണ് അമൽ ഉണ്ണിത്താൻ ഫേസ്ബുക്കിൽ എഴുതിയത്. ബ്ലാക്ക് മാജിക് ചെയ്യുമെന്ന് അവകാശപ്പെടുന്നവരെ തനിക്കെതിരെ പരീക്ഷിക്കാൻ അമൽ ഉണ്ണിത്താൻ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. KPCC അധ്യക്ഷനെതിരായ കൂടോത്ര വിവാദത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. നിയമോപദേശം കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ തീരുമാനം. വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം മൗനം തുടരുന്നതിനിടയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ മകൻ അമൽ ഉണ്ണിത്താൻ അദ്ദേഹത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന്റെ മകൻ പറഞ്ഞു വെക്കുന്നത് ശാസ്ത്ര പുരോഗതിയുടെ ഈ കാലത്തും ഇത്തരം മാന്ത്രികതയിലും കൂടോത്രത്തിലും ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളിൽ വിശ്വസിക്കുന്നവരെക്കുറിച്ച് സമൂഹത്തിന് ആശങ്കയാണ്. സമൂഹത്തിന്റെ പുരോഗതിയെ തടയാൻ ശ്രമിക്കുന്നവരാണ് ഇക്കൂട്ടർ എന്നാണ് അമലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായി എടുത്തു പറയുന്നത്. അതോടൊപ്പം അന്ധവിശ്വാസികൾക്ക് മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ എന്നും താൻ അന്ധവിശ്വാസിയല്ല എന്നും ബ്ലാക്ക് മാജിക് നടത്തുന്നവരെ തനിക്കെതിരെ അത് നടത്താൻ താൻ വെല്ലുവിളിക്കുകയാണ് എന്നും അമൽ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം സമ്പ്രദായങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ തട്ടിപ്പുകാരല്ലാതെ മറ്റാരുമല്ലെന്നും സ്വന്തം നേട്ടത്തിനായി അജ്ഞതയെയും ഭയത്തെയും ഇവർ ഇരയാക്കുകയാണ് എന്നുമാണ് അമൽ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നത്. ഏതായാലും കോൺഗ്രസിനുള്ളിൽ ഇത് വലിയ തരത്തിൽ സജീവമായ ചർച്ചയായിട്ടും മുതിർന്ന നേതാക്കൾ പരസ്യ പ്രതികരണവുമായി ഇത്രയധികം ദിവസം പിന്നിട്ടിട്ടും രംഗത്ത് വരാത്ത ഒരു പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് ആയിരുന്നു സ്വയം വിമർശനത്തിന് തുടക്കമിട്ടത്. പക്ഷേ അപ്പോഴും മൗനം തുടരുകയായിരുന്നു നേതൃത്വം. അതിനിടയിൽ രാജ്മോഹൻ ഉണ്ണിത്താന്റെ മകൻ അമൽ ഉണ്ണിത്താൻ തന്നെ പരോക്ഷ വിമർശനവുമായി ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി അത് സൈബറിടങ്ങളിൽ സജീവമായ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതിനിടയിൽ പോലീസിന്റെ അന്വേഷണം ഏത് ദിശയിലേക്ക് വേണം നീങ്ങാൻ എന്ന കാര്യത്തിൽ അടക്കം നിയമോപദേശം ലഭിച്ച ശേഷമായിരിക്കും വ്യക്തമായൊരു ധാരണയുണ്ടാകുക. സ്വാഭാവികമായി ഇടതുപക്ഷവും BJPയും കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം കൂടോത്ര വിവാദത്തിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ അധികകാലം മൗനം തുടരാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തൊരു സാഹചര്യമുണ്ടാകും. അതേസമയം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പരസ്യ പ്രതികരണങ്ങൾ തൽക്കാലത്തേക്ക് വേണ്ടെന്ന നിലപാടിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ.
ഡാൻ കുര്യനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. ഇക്കാര്യത്തിൽ കൂടോത്ര വിവാദത്തിൽ പോലീസിൽ പരാതി വന്നിട്ടുണ്ട്. അതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. മറ്റൊരു വാർത്തയിലേക്ക്. ഓർത്തഡോക്സ് യാക്കോബായ പള്ളി തർക്കത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഇന്ന് സർക്കാരിനും പോലീസിനുമെതിരെ ഹൈക്കോടതി നടത്തിയത്. ഇതുവരെ കോടതി വിധി നടപ്പാക്കാത്തതാണ് ഹൈക്കോടതിയുടെ വിമർശനത്തിന് കാരണമായത്. പള്ളികളുടെ ഗേറ്റുകൾ വരെ പോയി പോലീസ് മടങ്ങുന്നത് നല്ല കാര്യമല്ലെന്നും കോടതി വിധി നടപ്പാക്കുകയാണ് വേണ്ടതെന്നുമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇനിയൊരു അവസരം പോലീസിന് നൽകില്ല എന്ന് ഹൈക്കോടതി അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. തങ്ങൾക്ക് അനുകൂലമായ കോടതി വിധി ഇതുവരെ നടപ്പാക്കുന്നില്ല എന്ന് ഓർത്തഡോക്സ് സഭയാണ് കോടതിയെ അറിയിച്ചത്. കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും. ആജ്ഞ, ഇത് പലതവണ ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെട്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏത് കേസ് അടിസ്ഥാനപ്പെടുത്തിയാണ്, ഏത് പള്ളിയിലെ തർക്കം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്ന് വന്നത്? ഇക്കാര്യത്തിൽ എന്താണ് സർക്കാരും പോലീസും കോടതിയെ അറിയിച്ചിട്ടുള്ളത്? എന്തുകൊണ്ട് കോടതി വിധി നടപ്പാക്കാൻ പറ്റുന്നില്ല എന്നാണ്? മഞ്ജുഷ, കഴിഞ്ഞ ദിവസം കോടതി വിധിയുടെ കോടതി നിർദ്ദേശത്തെ തുടർന്ന് വഴുവന്നൂർ പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയും അതേസമയം വിശ്വാസികൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മുതിർന്ന പൗരന്മാരെ പ്രായമേറിയവരെയും മുന്നിൽ നിർത്തിക്കൊണ്ട് അത് പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇതിൽ നിന്നും പോലീസ് പിൻവാങ്ങുന്ന അവസ്ഥയുണ്ടായത്. മാത്രമല്ല, പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് യാക്കോബായ വിശ്വാസികൾ വലിയ പ്രതിഷേധത്തിലേക്ക് മാറുകയും അത് വിശ്വാസികളെ വിഷമിപ്പിക്കുന്ന, അതായത് ഹേർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറണ്ട എന്നൊരു തീരുമാനമാണ് പെരുമ്പാവൂർ ACPയുടെ നേതൃത്വത്തിൽ എടുത്തത്. അങ്ങനെയാണ് പോലീസ് അവിടെ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം പള്ളികൾ പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായത്. പക്ഷേ ഈ ഒരു തർക്കം മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ നാളുകളായി നീളുന്നു. അത് ഹൈക്കോടതി പലതവണ ഇക്കാര്യത്തിൽ ഇടപെടുന്നു. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളും ചർച്ചകളും നടക്കുന്നു. എന്നിരുന്നാൽ പോലും പള്ളി തർക്കം, അതായത് ഓർത്തഡോക്സ് യാക്കോബായ തർക്കം അവസാനിക്കാത്ത ഒരു സാഹചര്യം കൂടി മുൻനിർത്തിയാണ് ഇനി ഒരു അവസരം കൂടി മാത്രമേ സർക്കാരിന് നൽകുകയുള്ളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞത്. മാത്രമല്ല, ഇത്തരത്തിൽ വിശ്വാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ പോലീസ് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം അതുകൊണ്ടല്ല, അതായത് കോടതി വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിനെയും സർക്കാരിനെ നിയോഗിച്ചത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഹൈക്കോടതി സർക്കാരിന് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇനി ഒരു അവസരം കൂടി മാത്രമേ ഇക്കാര്യത്തിൽ സർക്കാരിന് നൽകുകയുള്ളൂ എന്നാണ് ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം വേണമെന്നും ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ശരിയാണ്. എന്തായാലും സമരരംഗത്ത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ അവരെ മാറ്റുക എളുപ്പമല്ല. അതിന് പരിമിതിയുണ്ട് എന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചത്. പക്ഷേ ഇനിയൊരു അന്ത്യശാസനം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തു. തിരുവനന്തപുരം തുമ്പയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബോംബാക്രമണത്തിന് പിന്നിൽ ഗുണ്ടകളുടെ കുടിപ്പക. പോലീസിന്റെ FIRലാണ് ഇക്കാര്യം ഉള്ളത്. ആക്രമണം നടത്തിയത് ഗുണ്ടാ തലവൻ സുനിലും സംഘവുമാണ്. ആക്രമണത്തിൽ പരുക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന അഖിലും സംഘവും 2022 സുനിലിന് നേരെ ബോംബ് എറിഞ്ഞിരുന്നു. ഇതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പോലീസിന്റെ FIRൽ പറയുന്നുണ്ട്. FIRന്റെ പകർപ്പ് ന്യൂസ് 18 കിട്ടി. തുമ്പ നെഹ്റു ജംഗ്ഷനിൽ ഇന്നലെ ഉണ്ടായ ബോംബാക്രമണത്തിന് പിന്നിൽ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഗുണ്ടാ തലവൻ സുനിലും മറ്റു 3 പേരും ചേർന്നാണ് അഖിലിന് നേരെ ബോംബെറിഞ്ഞത് എന്നാണ് പോലീസിന്റെ FIRൽ പറയുന്നത്. ബോംബേറിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഖിലും സംഘവും 2022 മേനംകുളത്ത് വെച്ച് സുനിലിന് നേരെ നാടൻ ബോംബെറിഞ്ഞിരുന്നു. അന്ന് സുനിലിനും സുഹൃത്തിനും സാരമായി പരിക്കേറ്റു. തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും FIRൽ പറയുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. കഴക്കൂട്ട സ്വദേശിയും നിരവധി കേസുകളിലെ പ്രതിയുമായ ഷെബിനെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് നടത്തിയ തെരച്ചിലിൽ അക്രമികളെത്തിയ ഒരു സ്കൂട്ടറും 3 നാടൻ ബോംബുകളും കണ്ടെടുത്തു. ഗുണ്ടാത്തലവൻ സുനിലിനും സംഘത്തിനും വേണ്ടി തെരച്ചിൽ ശക്തമാക്കിയതായി തുമ്പ പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. മണിപ്പൂരിൽ കലാപത്തിനിരയായവർ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ജിരിബാമിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് രാഹുൽ ഗാന്ധി എത്തിയത്. പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ ആദ്യ സന്ദർശനമാണ് ഇത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഒരുപാട് ആളുകൾ പരാതിയുമായി രാഹുലിന് മുന്നിൽ എത്തുന്നത് കാണുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെടിവെപ്പും ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ന് മണിപ്പൂരിൽ. എന്താണ് മറ്റു വിവരങ്ങൾ? BJP ഇതിലൊരു പരിഹാസത്തിന്റെ ചുവയുള്ള
വിമർശനമാണല്ലോ ഉന്നയിച്ചിട്ടുള്ളത്. വെറുമൊരു വിനോദയാത്രയാണ് രാഹുൽ നടത്തുന്നതെന്ന്. മഞ്ജുഷ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണിപ്പൂർ സന്ദർശനം തുടരുകയാണ്. ഇന്ന് രാവിലെ രാഹുൽ ആദ്യം എത്തിയത് അസമിലാണ്. അവിടെ ആദ്യം വെള്ളപ്പൊക്കത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ, ദുരിതം അനുഭവിക്കുന്നവരുടെ പരാതികൾ രാഹുൽ കേട്ടു. മാത്രവുമല്ല, ചച്ചറിൽ, അസമിലെ തന്നെ ചച്ചറിൽ മണിപ്പൂർ സ്വദേശികൾ കഴിയുന്നുണ്ട്. കാരണം ഈ കലാപത്തെ തുടർന്ന്, കഴിഞ്ഞ വർഷം മെയ് മാസത്തിലുണ്ടായ കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത കുക്കി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കഴിയുന്ന ക്യാമ്പാണ്. അത് ഏതാണ്ട് 2000-ലധികം പേർ അവിടെയുണ്ട്. അവരുമായാണ് ആദ്യം രാഹുൽ ഗാന്ധിയുടെ കൂടിക്കാഴ്ച നടന്നത്. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി റോഡ് മാർഗം മണിപ്പൂരിലേക്ക് പോയത്. അവിടെ ജിരിബാമിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ക്യാമ്പായി പ്രവർത്തിക്കുന്നത്. ആ ക്യാമ്പിലാണ് രാഹുൽ ഗാന്ധി എത്തിയത്. മെയ്തൈ വിഭാഗമാണ് അവിടെ കഴിയുന്നത്. അവരുടെ പരാതികൾ രാഹുൽ കേട്ടു, അവരുടെ വേദനകൾ രാഹുൽ ഗാന്ധി കേട്ടു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഇപ്പോഴും തുടരുന്നു. 2 ഇടങ്ങൾ കൂടി രാഹുൽ ഗാന്ധി സന്ദർശിക്കുന്നുണ്ട്. ഒന്ന് ചുരാചന്ദ്പൂരിലും ഒപ്പം തന്നെ മൊയ്റാങ്ങിലും. ഈ 2 സ്ഥലത്തിന് ശേഷം വൈകിട്ടോട് കൂടിയ മാത്രമായിരിക്കും രാഹുൽ ഗാന്ധി മടങ്ങിയെത്തുക. അതിനിടയിലാണ് ഇന്ന് അവിടെ വെടിവെപ്പുണ്ടായത്. ഇന്ന് രാവിലെയാണ് ജിരിബാമിൽ ഒരു പോലീസ് പോസ്റ്റിന് നേരെ വെടിവെപ്പുണ്ടായത്. ഈ സംഘർഷം ഏറ്റവും രൂക്ഷമായ ഉണ്ടായ പ്രദേശങ്ങളിലൊന്നാണ് ജിരിബാം. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസങ്ങളിൽ പോലും അവിടെ വീടുകൾ കത്തിക്കുകയും ആക്രമണമൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും 3:30 ആക്രമണം നടക്കുന്നു. ഈ സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും BJP രാഹുലിന്റെ സന്ദർശനത്തെ എതിരെ വലിയ വിമർശനമായി വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ സന്ദർശനമല്ല, മറിച്ച് ദുരിതം അനുഭവിക്കുന്ന വേദന പങ്കുവെക്കാൻ, അവരുടെ വേദനയ്ക്കൊപ്പം ചേരാൻ വേണ്ടിയാണ് രാഹുലിന്റെ സന്ദർശനം എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. ശരി രാകേഷ്, എന്തായാലും രാഹുലിന്റെ സന്ദർശനം തുടരുകയാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. കോഴിക്കോട് സംഭവം പറയുമോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ PSC മെമ്പർമാരെ ജയിക്കാൻ വേണ്ടി പൈസ വാങ്ങിയിട്ട് നിശ്ചയിക്കുന്നത്. CPIM-ന്റെ നിയമന രീതി എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമേ PSC മെമ്പറെ പോലുള്ള ആ സ്ഥാനങ്ങളിലൊക്കെ നിശ്ചയിക്കുള്ളൂ. അതെല്ലാം തെറ്റായ രീതിയിലുള്ള ചില സമീപനങ്ങളാണ് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പാർട്ടി പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. അങ്ങനെയൊക്കെ പേര് എന്റെ വിവരണം ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്ന് അന്വേഷിക്കണ്ടേ? എന്തന്വേഷിക്കാൻ? റിയാസ് അത് കൃത്യമായിട്ട് നിഷേധിച്ചു. യാതൊരു തരത്തിലുള്ള ബന്ധപ്പെടലോ അതിന് മാത്രമല്ല ഞങ്ങൾക്കറിയാലോ ഇല്ല, വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതായത് PSC മെമ്പർമാരെ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. സെക്രട്ടേറിയറ്റ് വഴി ബന്ധപ്പെട്ടുള്ളവരാണ് ഞങ്ങളെല്ലാം. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ധാരണയുള്ളതാണ്. ആ ധാരണ വേറെ അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരോട് നിങ്ങളുള്ളിടത്തോളം കാലം ആരോടും വന്നുകൊണ്ടിരിക്കും. നിങ്ങളെ പ്രധാനപ്പെട്ട പണിയെ ആരോടും ഉന്നയിക്കില്ലേ? ഈ കോഴ ആരോപണം പാർട്ടിക്കുള്ളിൽ മാത്രം നിന്നാൽ മതി, അതൊരു പോലീസ് അന്വേഷണത്തിലേക്കൊക്കെ നീങ്ങേണ്ടതില്ലേ? അത് നമുക്ക് അന്വേഷിച്ച് നോക്കാം. അല്ല, അക്കൗണ്ട് അവര് പണം കൈമാറിയതിനെ സംബന്ധിച്ച് രേഖകൾ ചെയ്തുകൊണ്ടെന്നാണല്ലോ. ആയിക്കോട്ടെ, പോലീസ് അന്വേഷണത്തിലേക്കല്ലേ പാർട്ടി അവരന്വേഷിച്ചോട്ടെ. പോലീസിന്റെ മുമ്പിൽ കിട്ടിയിട്ട് പോലീസ് അന്വേഷിക്കട്ടെ. നമുക്ക് എന്താർക്കും ഞങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ട, CBI അന്വേഷിക്കേണ്ട, ED അന്വേഷിക്കേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ആരോപണം അന്വേഷിച്ചു. ഞങ്ങൾ ഇതിന്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതയെയും ഈ പാർട്ടി വെച്ച് പൂരിപ്പിക്കുന്ന പ്രശ്നമില്ല. അല്ലാതെ അത് വേറെ പാർട്ടികളെ നോക്കിയാൽ മതി കേട്ടോ. നേതാക്കളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ അങ്ങനെ കേന്ദ്രീകരിച്ച് ഒരു ഫോക്കസ് ആയിട്ടും അങ്ങനെ ഒരു മീഡിയേറ്റർ ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇത് പത്ര മാതൃഭൂമിയാകുന്നത് പിന്നെ വേറെ പാർട്ടി ഉണ്ടാക്കൂല്ലേ? നിങ്ങൾ ഉണ്ടായിക്കോ കേട്ടോ. പക്ഷെ അതുപോലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള MA ബേബി, അതോടൊപ്പം തന്നെ തോമസ് ഐസക്കൊക്കെ ഈ പാർട്ടിയുടെ തോൽവിയെ സംബന്ധിച്ചൊക്കെ വിമർശനങ്ങൾ, അതായത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട വിമർശനങ്ങൾ തന്നെ പുറത്താണ്. ഞങ്ങൾ പാർട്ടി ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും, പുറത്ത് പറയേണ്ടത് പുറത്തും പറയും. അല്ല, അവർ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ പറയും, പുറത്ത് പറയേണ്ടത് പുറത്തും പറയും. പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ അവരെ കൃത്യമായിട്ടുള്ള രേഖ പുറത്തു വിട്ടിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ വേറെ വർത്താൻ പറ്റുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്. മുതിർന്ന നേതാക്കൾക്ക് ഈ നടന്ന ചർച്ചയെല്ലാം അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പത്രക്കാരോട് പറയുന്നതിൽ യാതൊരു പ്രയാസമില്ല, ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ കുഴപ്പമുണ്ടെന്ന് അയച്ച് അതല്ല ഞാൻ പറയും. സെൻട്രൽ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയല്ലോ. പിന്നെ അതിനപ്പുറം എന്താ പറയേണ്ടത്? BJPക്ക് ഏറ്റവും അധികം വളർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു സ്ഥലം ആലപ്പുഴയാണ്. പ്രത്യേകിച്ച് കായംകുളത്ത് വലിയൊരു മുന്നേറ്റം അവർ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളെ സംബന്ധിച്ച് ഇന്നിപ്പോ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ അതിശക്തിയായിട്ട് കായംകുളം ഉൾപ്പെടെയുള്ള ആലപ്പുഴയിലാകെ മുന്നോട്ടേക്ക് വരും. ഈ പ്രത്യേകിച്ച് ഈ പാർട്ടിക്കൊപ്പം ആലപ്പുഴയിൽ നിന്ന് കുറച്ച് സമുദായങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ ഒന്നും പോയിട്ടില്ല. ചില ആൾ പോയിട്ടുണ്ടാവും. അത് നമുക്ക് തിരിച്ചുകൊണ്ടുള്ള വെള്ളാപ്പള്ളി നടേശനുള്ള നിലപാടിൽ ഒരു മാറ്റവുമില്ല സാർ. വെള്ളാപ്പള്ളി നടേശ്
കോഴിക്കോട്ടെ കോഴ സംഭവം ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്ന കാര്യം എം വി ഗോവിന്ദൻ പറയുന്നില്ല. അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എം വി ഗോവിന്ദൻ സമ്മതിക്കുകയും ചെയ്തു. പോലീസ് അന്വേഷിക്കണമെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. മുഹമ്മദ് റിയാസിനെതിരെയുള്ള ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു അന്വേഷണവും ആവശ്യമില്ല എന്നും എം വി ഗോവിന്ദൻ പറയുകയാണ്. എന്തായാലും PSC നിയമനത്തിന് അംഗത്തെ നിയമിക്കുന്നതിന് വേണ്ടി കോഴ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ ഇല്ല എന്ന് പറയാൻ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും വിസമ്മതിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കനത്ത മഴയിൽ മുങ്ങുകയാണ് മുംബൈ. നഗരത്തിൽ പല ഭാഗങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ടാണ്. 6 മണിക്കൂറിനിടെ 300 മില്ലിമീറ്റർ മഴ പെയ്തതോടെ റോഡ്, റെയിൽ, വ്യോമ ഗതാഗതം താറുമാറായിട്ടുണ്ട്. ട്രാക്കുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വെള്ളം കയറി. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് 51 സർവീസുകളാണ് റദ്ദാക്കിയത്. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇനിയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഐഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഷംന, എന്താണ് ഇപ്പോൾ മുംബൈയുടെ സ്ഥിതിയായിട്ട് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കാണിക്കുന്നത്? സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്ന് ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നുള്ളത് അത് ഗൗരവമുള്ളതാണല്ലോ. ഇനിയും മഴ തുടരുമെന്നാണല്ലോ. തീർച്ചയായും മഞ്ജുഷ്, പുലർച്ചെ 1 മണി മുതൽ പെയ്ത മഴയിലാണ് നഗരം വെള്ളക്കെട്ടിലായത്. 6 മണിക്കൂർ നിർത്താതെയായിരുന്നു മഴ പെയ്തത്. 300 mm മഴയാണ് പ്രദേശത്ത് ലഭിച്ചത്. ഇതോടെ നഗരം വെള്ളക്കെട്ടിലായി. ജനജീവിതം ദുസ്സഹമായി. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ട്രെയിൻ റദ്ദാക്കിയിട്ടുണ്ട്. ട്രെയിനുകളെല്ലാം റദ്ദാക്കിയിട്ടുണ്ട്. 51 വിമാനങ്ങളും മുംബൈ എയർപോർട്ടിൽ നിന്നും റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം സ്വകാര്യ ഗവൺമെന്റ് സ്കൂളുകൾ, കോളേജുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും നഗരത്തിൽ മഴ ശക്തമാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങരുതെന്ന് കൂടി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും നഗരത്തിൽ ശക്തമായ മഴയുണ്ടാകും. വെള്ളക്കെട്ടും രൂക്ഷമാവുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ പുറത്തിറങ്ങരുതെന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയത്ത് തന്നെ കിംവദന്തികളിൽ വിശ്വസിക്കരുത് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പലതരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. പല പഴയ ദൃശ്യങ്ങളും പരക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും ഇപ്പോൾ മുംബൈ സിറ്റി അധികൃതർ നൽകിയിട്ടുണ്ട്. പക്ഷേ മഴ ശക്തമായി തന്നെ തുടരും മുംബൈയിൽ. അത് 2 ദിവസം കൂടി നീണ്ടു നിൽക്കും എന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ തീ തുപ്പുന്ന ബൈക്കുമായി അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നന്ദിയോട് സ്വദേശിയായ കിരൺ ജ്യോതിയായിരുന്നു ആ ബൈക്ക് ഓടിച്ചത്. വ്യാഴാഴ്ച ഹാജരാകാനാണ് കിരണിന് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചെന്നൈയിലാണെന്നും മടങ്ങിയെത്തിയാൽ ഉടൻ ഹാജരാകാമെന്നുമാണ് കിരൺ ജ്യോതി MVDയെ അറിയിച്ചത്. ലൈസൻസ് റദ്ദാക്കും. കൊച്ചിയിൽ ഇടപ്പള്ളി കളമശ്ശേരി റോഡിൽ കഴിഞ്ഞയാഴ്ചയാണ് സംഭവമുണ്ടായത്. പിന്നാലെ വന്ന കാർ യാത്രക്കാരനായ കൊച്ചി സ്വദേശി പകർത്തിയ ദൃശ്യങ്ങൾ വൈറലാകുകയും അവ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ ബൈക്ക് യാത്രക്കാരനെ തേടി MVD നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ തിരുവനന്തപുരം സ്വദേശി കിരൺ ജ്യോതിയിലെത്തിയത്. ചെന്നൈയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പഠിക്കുകയാണ് കിരൺ. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അച്ഛന്റെ പേരിലായതിനാൽ അച്ഛനോടും വ്യാഴാഴ്ച RTOയ്ക്ക് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇടപ്പള്ളിയിലെ ഫ്ളാറ്റിലുള്ള ബൈക്കുമായി കിരൺ MVDക്ക് മുന്നിൽ എത്തണം. അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ യാത്ര നടത്തിയതിനാൽ ബൈക്കിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുവാനും ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുമുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ന്യൂസ് 18 കൊച്ചി. ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിനെതിരെ തുടർ സമരം നടത്തുകയാണ് ഇപ്പോൾ നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം തുടങ്ങിയിട്ടുണ്ട്. നിക്ഷേപകരിൽ ഒരാൾ നിരാഹാര സമരവും തുടങ്ങി. ബാങ്കിന്റെ നെടുങ്കണ്ടം പ്രധാന ശാഖയ്ക്ക് മുന്നിലാണ് സമരം. പ്രിൻസ് ജെയിംസ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രിൻസ്, ഈ പണം തിരികെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നും ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല എന്നാണോ? എന്താണ് ഇപ്പോഴും നിക്ഷേപകർ പറയുന്നത്? നിക്ഷേപകരിലേക്ക് പണം തിരികെ എത്തുന്നുള്ള കൃത്യമായ ഒരു ഇടപെടലും ബാങ്ക് അധികൃതർ സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. ആ അവസ്ഥയാണ് നിലവിലുള്ളത്. ആകെ
1000-ലധികം നിക്ഷേപകനായി 29 കോടിയോളം രൂപയാണ് ഈ ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും നെടുങ്കണ്ടത്തെ പ്രധാന ശാഖയിലും കട്ടപ്പനയെ അടിമാലിയിലെയും കുമളിയിലെ ശാഖകളുമായാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. എന്നാൽ ബാങ്ക് അധികൃതർ പറയുന്നത് ഈ നിക്ഷേപത്തോട് കൂടാതെ 54 കോടിയോളം രൂപ 3000-ലധികം വായ്പകളായി തിരികെ ലഭിക്കാറുണ്ട്. ഈ തുക കൃത്യമായി തിരികെ എത്തിയാൽ നിക്ഷേപക തുക നൽകാൻ സാധിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ തുക കൃത്യമായി വായ്പാ കുടിശ്ശിക പിടിച്ചെടുക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വീഴ്ചയുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മുൻപ് ഉള്ള ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വലിയൊരു അഴിമതിക്ക് കളമൊരുങ്ങിയ ഒരു ബാങ്ക് കൂടിയാണ് ഇത്. 3,66,00,000-ലധികം രൂപ മുൻ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ജീവനക്കാരുടെ സഹായത്തോടെ ഭരണസമിതി അംഗങ്ങളൊക്കെ അഴിമതി നടത്തിയതായിട്ടുള്ള സൂചനകൾ ലഭിക്കുകയും പിന്നീട് ഇതിൽ വിജിലൻസ് കേസ് നിലവിലുള്ള അന്വേഷണം നടന്നു വരികയാണ്. ഇതോടൊപ്പം തന്നെ ഇത് കൂടാതെ കുമളി ശാഖാ മാനേജറുടെ നേതൃത്വത്തിൽ ഏകദേശം 1.25 കോടിയോളം രൂപ കുമളി ശാഖാ മാനേജർ തിരിമറി നടത്തിയതായും കഴിഞ്ഞിടെ കണ്ടെത്തിയിരുന്നു. അത് നിലവിലെ ഭരണസമിതി ഇത് സംബന്ധിച്ച പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിലും കേസുണ്ട്. അത്തരത്തിൽ വലിയൊരു അഴിമതി ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ നിക്ഷേപകരുടെ തുക കൃത്യമായി മടക്കിയെടുക്കാനോ അല്ലെങ്കിൽ അവയ്ക്ക് കൃത്യമായി പലിശ ലഭിക്കാനോ ഇടയാക്കാത്ത സാഹചര്യം ഉണ്ടായത്. വലിയ നിക്ഷേപ സൗഹാർദ്ദത്തിന്റെ പേരിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്താണ് ആളുകളിൽ നിന്നെല്ലാം നിക്ഷേപം വാങ്ങിയത്. സാധാരണക്കാരായ കൂലിവേലക്കാരായ നിരവധി ആളുകൾ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കർഷകരും സാധാരണക്കാരുമായ ആളുകളാണ് ഇവിടെ നിക്ഷേപിച്ചിരുന്നത്. പലരും ഭൂമി വിറ്റും അവരുടെ ആയുഷ്കാലം കൊണ്ട് സമ്പാദിച്ചതൊക്കെയും ഇവിടെ നിക്ഷേപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ പലിശ ഒരു വാഗ്ദാനമാണ് പലരെയും ഇതിലേക്ക് ആകർഷിച്ചത്. എന്നാൽ കാലാവധി കഴിഞ്ഞിട്ട് എന്നാൽ അതിനനുസൃതമായ ഒരു പലിശ പോലും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം വലിയ ആശുപത്രി ആവശ്യങ്ങൾക്കായിട്ട് പോലും ഒരു തുക പോലും കൃത്യമായി അല്പം പോലും തുക ലഭിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ടെന്ന് പോലും നിക്ഷേപകർ പറയുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ തുടർ സമരം നടത്താൻ തന്നെയാണ് നിക്ഷേപകരുടെ തീരുമാനം. നിലവിൽ രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നു. ഒരാൾ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നു. അതിനോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും ശക്തമായൊരു സമരം നടത്തുമെന്ന് തന്നെയാണ് നിക്ഷേപകർ പറയുന്നത്. മഞ്ജു. ശരി പ്രിൻസ്. ഇടുക്കി ഡീലേഴ്സ് ബാങ്കിനെതിരെയാണ് ഇത്തരത്തിലൊരു സമരം നിക്ഷേപകർ നടത്തുന്നത്. CMRL എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെ കക്ഷി ചേർത്തിട്ടുണ്ട്. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നത്. മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ 2 വിഭാഗങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തു. ബാറ്ററി ചാർജ് ചെയ്യാൻ കയറിയ വീട്ടിലെ കുട്ടിയെ കയറി പിടിച്ചു എന്ന പരാതിയിൽ ഭിന്നശേഷിക്കാരനായ ജിബിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ജിബിന്റെ പിതാവ് നൽകിയ പരാതിയിൽ ജിബിനെ ആക്രമിച്ചവർക്കെതിരെയും കേസുണ്ട്. ശനിയാഴ്ചയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ഭിന്നശേഷിക്കാരനാണ് ജിബിൻ. 24 വയസ്സുണ്ടെങ്കിലും അദ്ദേഹം സ്പെഷ്യൽ സ്കൂളിൽ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമായി ഓടിക്കാൻ കഴിവുണ്ട്. അദ്ദേഹത്തിന് ഇലക്ട്രിക് സ്കൂട്ടറിലെ ചാർജ് തീർന്നു എന്ന് കണ്ടതിനെ തുടർന്ന് എവിടെ ഇത് ചാർജ് ചെയ്യാനാകുമെന്ന് ജിബിൻ അന്വേഷിക്കുകയും അങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് ഇത് ചാർജ് ചെയ്യുകയുമാണ് ഉണ്ടായത്. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ജിബിൻ്റെ പിതാവ് നൽകിയ പരാതിയിൽ പറയുന്നത് അവിടെയുള്ളവർ ജിബിൻ്റെ പെരുമാറ്റത്തിൽ ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ സാധാരണക്കാരെ പോലെയല്ല ജിബിൻ പെരുമാറുന്നത്. പെരുമാറ്റത്തിൽ അസ്വാഭാവികത കണ്ട് ഇയാൾ ലഹരിക്ക് അടിമപ്പെട്ട ആളാണെന്ന് കരുതി ഇയാളെ ഉപദ്രവിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ഇദ്ദേഹത്തിൻ്റെ സ്കൂട്ടർ കേടുവരുത്തുകയും ചെയ്തു എന്നാണ് ജിബിൻ്റെ പിതാവ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്നാൽ അതേസമയം മറുവശത്ത് ജിബിനെതിരെ വന്ന പരാതി ഈ ചാർജ് ചെയ്യാൻ വന്ന ജിബിനെ അവർ വീട്ടിലേക്ക് അതിനനുവദിക്കുകയും വീട്ടിൽ കയറിയിരുത്തുകയും ചാർജ് ചെയ്യാൻ അനുവദിക്കുകയും ചെയ്തു. ജനലിലൂടെ ഈ ജിബിൻ അവിടെയുള്ള ഒരു ചെറിയ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതിയാണ് ജിബിനെതിരെ ഈ ഒരു മറുഭാഗത്തിൻ്റെ പരാതിയായിട്ട് ഉയർന്നിരിക്കുന്നത്. എന്നാലും ഈ 2 പരാതിയിലും എടക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജിബിനെതിരെ ഉയർന്ന പരാതിയിൽ പോക്സോ വകുപ്പുകൾ ഉപയോഗിച്ചും അതുപോലെ തന്നെ ജിബിൻ്റെ പിതാവ് നൽകിയ പരാതിയിൽ ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചതിനും അതുപോലെ കയ്യേറ്റത്തിനുമുള്ള വകുപ്പുകൾ ഉപയോഗിച്ചാണ് കേസെടുത്തിരിക്കുന്നത്. ഈ 2 പരാതിയിലും വിശദമായ അന്വേഷണം നടത്തിയ അടുത്ത നടപടിയിലേക്ക് പോലീസ് കടക്കൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ ജിബിൻ ഭിന്നശേഷിക്കാരനെന്ന് അറിയാതെയാണ് മർദ്ദിച്ചത് എന്നാണ് മറുഭാഗത്തിൻ്റെ ഒരു വിശദീകരണം. അറിയാതെ ഈ ഒരു സംഭവത്തിനെ തുടർന്ന് അറിയാതെ മർദ്ദിച്ചതാണ്, ഭിന്നശേഷിക്കാരൻ അറിയണ്ടായിരുന്നില്ല എന്നൊരു വിശദീകരണമാണ് മർദ്ദിച്ചവർ പറയുന്നത്. പക്ഷേ അതൊക്കെ ഇനി പോലീസിൻ്റെ അന്വേഷണത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഒരു 24-കാരൻ്റെ ബുദ്ധിയോ വളർച്ചയോ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല ജിബിന്. അത്തരത്തിലൊരാൾ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് എത്രമാത്രം നിലനിൽക്കുന്നതാണ് എന്നും അന്വേഷണത്തിലൂടെ മാത്രമേ ബോധ്യപ്പെടാനാവുള്ളൂ. എന്നാണെങ്കിലും ഈ 2 പരാതിയിലും എടക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. തുടർ നടപടികൾ വിശദമായ അന്വേഷണത്തിന് ശേഷമേ കൈക്കൊള്ളൂ എന്നാണ് എടക്കര പോലീസ് അറിയിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18.
ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിൽ ആലുവ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ കസ്റ്റഡിയിലായിട്ടുണ്ട്. കലയെ അറിയാമെന്ന് ഓട്ടോ ഡ്രൈവർ മനോജ് മാന്നാർ പോലീസിനോട് സമ്മതിച്ചു. കലയും ആൺ സുഹൃത്തായ സൂരജും മനോജിനൊപ്പം ഓട്ടോയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ആലുവയിൽ വിവിധയിടങ്ങളിൽ യാത്ര ചെയ്തതായും മൊഴിയുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, എന്താണ് ഈ മനോജിന്റെ ഈ ഓട്ടോ ഡ്രൈവറുടെ പങ്കാളിത്തമായിട്ട് പറയുന്നത്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ട്വിസ്റ്റാണോ സംഭവിക്കുന്നത്? മഞ്ജുഷ, കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ഒരു ഘട്ടത്തിൽ, അതായത് ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അന്വേഷണ സംഘത്തിന് നീങ്ങാൻ കഴിയാതിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ആലുവ സ്വദേശിയായ മനോജ് എന്ന ഓട്ടോ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. 2 ദിവസമായി ഇയാളെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തു വരികയാണ്. പ്രധാനമായും കലയുടെ ആൺ സുഹൃത്ത് സൂരജും കലയുമായി ഒരുമിച്ച് സഞ്ചരിച്ചത് താൻ കണ്ടിട്ടുണ്ട് എന്നടക്കമുള്ള, അതായത് കലയെ പരിചയമുണ്ട്, എറണാകുളത്ത് താമസിച്ചിരുന്ന കലയെ പരിചയമുണ്ട് എന്നടക്കം മൊഴി ഇയാൾ പോലീസിന് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ കേസിൽ കല എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരുന്ന യാത്രാമധ്യയാണ് കൊല്ലപ്പെട്ടതെന്നുള്ള സ്ഥിരീകരണം മറ്റ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കല എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന മൊഴിയാണ് ഇപ്പോൾ ആലുവ സ്വദേശിയായ ഓട്ടോ ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇയാളെ 2 ദിവസമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൂരജും കലയും ഒന്നിച്ച് ഇയാളുടെ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അവർക്ക് താമസ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന് താൻ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പോലീസിന് തേടേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഇന്നലെയും ഇന്നുമായി ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് കല 2009 ഡിസംബർ ആദ്യ ആഴ്ചയാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ പോലും അതിന്റെ കൃത്യമായ തീയതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. കലയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലക്കാട് സ്വദേശിയായ സൂരജിനൊപ്പം പോയി എന്നുള്ളതാണ്. പക്ഷേ ഇയാൾ കുട്ടമ്പേരൂർ സ്വദേശിയാണ് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ബന്ധുക്കൾ ഉൾപ്പെടെ അങ്ങനെ പാലക്കാടേക്ക് പോയി എന്നുള്ള രീതിയിൽ ഒരു തെറ്റായ വിവരണം നൽകുന്നത് എന്നതിനെ സംബന്ധിച്ചുമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കലയുടെ അനിൽകുമാർ എന്ന സഹോദരനെ ചോദ്യം ചെയ്തിരുന്നു. അതുകൂടാതെ കലയുടെ മറ്റൊരു സഹോദരനെ കൂടി ചോദ്യം ചെയ്തപ്പോൾ ചില വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് കൂടാതെയാണ് ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ, അതായത് സൂരജും കലയും ഒന്നിച്ച് സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായ മനോജിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരുന്നത്. എന്തായാലും ഈ കാർ ഉൾപ്പെടെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ആ പരിധിയിൽ തന്നെ ഇപ്പോൾ ഇന്നത്തോടുകൂടി ആദ്യ കസ്റ്റഡി കാലാവധി തീരുകയാണ്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശരി ശരണ്യ, എന്തായാലും ഇക്കാര്യത്തിൽ വലിയ സങ്കീർണതകളിലേക്ക് പോവുകയാണ്. പോലീസിനും ഇത് തെളിയിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കോഴിക്കോട് തിരുവമ്പാടിയിൽ KSEB ഓഫീസ് ആക്രമിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിന്റെ പിതാവ് റസാഖിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ ഇന്നലെ പുനഃസ്ഥാപിച്ചുവെങ്കിലും പ്രതിഷേധങ്ങളും നിയമ നടപടികളും തുടരുകയാണ്. സംയുക്ത തൊഴിലാളി സമരസമിതിയുടെ നേതൃത്വത്തിൽ KSEB ജീവനക്കാർ തിരുവമ്പാടിയിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. KSEB ജീവനക്കാർക്കെതിരെ അജ്മലിന്റെ ഉമ്മ മറിയം ഉപഭോക്തൃ കോടതിയിൽ പരാതിയും നൽകും. ആസാദ് മുക്കം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആസാദ്, ഇന്നലെ പകൽ മുഴുവൻ നീണ്ട നാടകീയ സംഭവങ്ങളായിരുന്നുവല്ലോ. വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചതിലൂടെ അവസാനിച്ചത്, പക്ഷേ തീർന്നിട്ടില്ല. ഇപ്പോൾ ജീവനക്കാർ ഇക്കാര്യത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണോ? മഞ്ജുഷ്, 2 ദിവസങ്ങളായി തിരുവമ്പാടിയിൽ നടക്കുന്ന നാടകീയ രംഗങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മൽ സഹോദരനും തിരുവമ്പാടി KSEB ഓഫീസിലെത്തി അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. അതിനെ തുടർന്ന് അജ്മലിന്റെ പിതാവിന്റെ പേരിലുള്ള വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു KSEB. അതേ തുടർന്ന് ഈ പ്രതിഷേധ പരിപാടികൾ യൂത്ത് കോൺഗ്രസും ഏറ്റെടുക്കുകയും ശക്തമായ പ്രതിഷേധവും നടപടികളുമെല്ലാം തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചെങ്കിലും ഇപ്പോഴും നിയമ നടപടികൾ ഇരു കൂട്ടരും KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അജ്മലിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള നിയമ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അജ്മലിന്റെ ഉമ്മ നൽകിയ പരാതി വ്യാജമാണെന്നാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുപോലെ തന്നെ മാനനഷ്ടത്തിന് ഇന്ന് ഒരു പരാതി ഉപഭോക്തൃ കോടതിയിൽ നൽകുമെന്ന് അജ്മലിന്റെ ഉമ്മ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് KSEB നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും തിരുവമ്പാടി
സംഘടിപ്പിച്ചിരുന്നു. ശരി ആസാദ്. എന്തായാലും ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പേരിലുള്ള വൈദ്യുതി വിച്ഛേദിച്ച ഉത്തരവിൽ നടപടി ഉണ്ടാകണം എന്നാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആവശ്യപ്പെട്ടത്. വൈദ്യുതി പുനഃസ്ഥാപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, വൈദ്യുതി വിച്ഛേദിക്കാൻ ആരധികാരം നൽകിയെന്നും ഫിറോസ് ചോദിച്ചു. കോഴിക്കോട് നഗരത്തിലെ കാര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഒരു മിനി ക്യാബിനറ്റാണെന്നും PK ഫിറോസ് ആരോപണം ഉന്നയിച്ചു. KCB ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേറെ പോലീസ് കേസും നടപടിയൊക്കെ എടുക്കണം. അതിന് വീട്ടിൽ താമസിക്കുന്ന മാതാപിതാക്കളെ ഉൾപ്പെടെ ഇരുട്ടിലഴുത്തിയിട്ട് കറണ്ട് കട്ട് ചെയ്യാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഏത് നിയമമാണ് അങ്ങനെ ഒരു ഉത്തരവിറക്കാൻ, അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ KCB ഉദ്യോഗസ്ഥർക്ക് നൽകിയത്? അപ്പൊ ഈ വിഷയം കറണ്ട് പുനഃസ്ഥാപിച്ചതുകൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. ഈ ഉത്തരവിട്ട ആളെ, അത് നടപ്പിലാക്കിയ ആളെയൊക്കെ എതിരായി നടപടി സ്വീകരിക്കാൻ കൂടി വൈദ്യുതി മന്ത്രിയും സംസ്ഥാന സർക്കാരും ഒക്കെ തയ്യാറാകണം. അതിനെ ന്യായീകരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇപ്പോൾ കൃഷ്ണൻകുട്ടി അടക്കമുള്ള വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്നുകൂടി യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. ചേർത്തല പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. തൈക്കാട്ടുശ്ശേരി സ്വദേശി ഷൈജു, സഹോദരൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. സംഘം ചേർന്നുള്ള ആക്രമണം, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. ശരണ്യ ചേരുകയാണ്. ശരണ്യ, എന്തൊക്കെയാണ് പോലീസിന്റെ നടപടി? മഞ്ജുഷ, ഈ സംഭവം നടന്നു, അതായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് തൈക്കാട്ടുശ്ശേരിയിൽ ഒരു പെൺകുട്ടി, അതായത് ദളിത് യുവതിയായ നിലാവ് എന്ന പെൺകുട്ടി ആക്രമിക്കപ്പെട്ടത്. ഈ സംഭവത്തിന് ശേഷം, ഈ നിലാവ് ആക്രമിക്കപ്പെട്ടതിന് ശേഷം രാത്രി 8 മണിയോടെയും കൂടി ആ പോലീസ് അതായത് പൂച്ചാക്കൽ പോലീസിന്റെ പരിധിയിലാണ് ഈ സംഭവം നടന്നത്. പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഈ സംഭവം, അതായത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം പരാതിക്കാരി പോലീസിനെ കാണിച്ചിട്ടും അന്വേഷണ സംഘം അത് കേസെടുക്കാൻ തയ്യാറായില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം ഈ യുവതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. നിലാവിന്റെ സഹോദരങ്ങൾ, പ്രായപൂർത്തിയാകാത്ത സഹോദരങ്ങൾ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ് നിലാവ് അതിനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ നിലാവും ആക്രമിക്കപ്പെടുകയായിരുന്നു. ദൃശ്യങ്ങളിൽ ഈ പെൺകുട്ടിയെ യുവതിയെ നിലത്തിട്ട് ചവിട്ടുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ഈ 19കാരി ദൃശ്യങ്ങളടക്കം കാണിച്ച് പോലീസിന് പരാതി നൽകിയിട്ടും അത് കേസെടുക്കാൻ തയ്യാറാവാതെ അവരോട് ആശുപത്രിയിലേക്ക് പോകുക എന്നുള്ള നിർദ്ദേശമാണ് രാത്രി 8 മണിക്കും പൂച്ചക്കൽ പോലീസ് നൽകിയിരുന്നത്. തുടർന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവരികയും ഇത് വിവാദമാവുകയും ചെയ്തിട്ടുള്ളത്. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയ, അതായത് ന്യൂസ് 18 വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഈ സംഭവത്തിനകത്ത് ഉടൻ തന്നെ അന്വേഷണം നടത്തുമെന്നുള്ള ഉത്തരവ് ഇറക്കുകയായിരുന്നു. ഒപ്പം തന്നെ ആ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. തുടർന്നാണ് ഇപ്പോൾ നിലാവിനെ ആക്രമിച്ച കേസിൽ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. ഹരിജൻ അട്രോസിറ്റി ആക്ട് പ്രകാരവും സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള വകുപ്പുകൾ, സംഘം ചേർന്ന അക്രമം തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഷൈജു എന്ന മുഖ്യപ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഷൈജുവിനും ഷൈജുവിന്റെ സഹോദരനുമെതിരെ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ചില സ്ത്രീകളുമായി ഈ നിലാവ് എന്ന യുവതിയും തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിലാവിനും കണ്ടാലറിയാവുന്ന 4 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി, ശരണ്യ സേനത്തിനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 ഈ വാർത്ത നേരത്തെ പുറത്തുവിട്ടത്. ചാവക്കാട് എടക്കഴിയൂരിലും സമാനമായൊരു സംഭവമുണ്ടായി. കടപ്പുറത്ത് യുവാവിനെ വിളിച്ചു വരുത്തി 10 അംഗ സംഘം ക്രൂരമായി മർദ്ദിച്ചതായാണ് പരാതി. എടക്കഴിയൂർ വലിയകത്ത് ഹസൻ ബസരിയയ്ക്കാണ് മർദ്ദനമേറ്റത്. പണം തരാമെന്ന് പറഞ്ഞാണ് ഇയാളെ കടപ്പുറത്തേക്ക് വിളിച്ചു വരുത്തിയത്. കാറ്റാടി മരങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. അക്രമശേഷം സംഭവം പുറത്തറിയിച്ചാൽ കടലിൽ കെട്ടിത്താഴ്ത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. ആദ്യം ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി, പിന്നീട് കുന്നംകുളത്തേക്ക് മാറ്റി. സംസ്ഥാനത്ത് ഇന്നും നാളെയും റേഷനില്ല. റേഷൻ വ്യാപാരികളുടെ 48 മണിക്കൂർ സമരം ഇപ്പോൾ നടക്കുകയാണ്. കടകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. അവധി ദിവസങ്ങൾക്ക് പിന്നാലെ കടകൾ കൂടി അടഞ്ഞതോടെ സമരം ജനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. കടകൾ അടച്ചുള്ള റേഷൻ വ്യാപാരികളുടെ സമരം തുടരുകയാണ്. 48 മണിക്കൂർ സമരത്തിനാണ് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിലാണ് വ്യാപാരികൾ ഇപ്പോൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു റേഷൻ 2018 പ്രഖ്യാപിച്ച റേഷൻ വ്യാപാരികളുടെ ഒരു വേതന പാക്കേജ് ഉണ്ടായിരുന്നു. ആ പാക്കേജ് 6 വർഷത്തിന് മുമ്പ് പ്രഖ്യാപിച്ച പാക്കേജ് ഇപ്പോൾ തീരെ അപര്യാപ്തമാണ്. അപ്പോൾ അത്
അത് അടിയന്തരമായിട്ട് ആ പാക്കേജ് പുതിയതായിട്ട് നമുക്ക് ഒരു 10-30,000 രൂപയെങ്കിലും ഒരു റേഷൻ വ്യാപാരിക്ക് കുറഞ്ഞത് ലഭിക്കത്തക്ക വിധം പാക്കേജ് പരിഷ്കരിക്കണമെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഡിമാൻഡ്. പിന്നീടുള്ള ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈ KTPDS ആക്ട് എന്നും പറഞ്ഞ റേഷനിങ് ആക്ട് എന്ന പോലെ 2021 KTPDS ആക്ട് ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ്. അത് കേരള ഗവൺമെൻറ്റാണ് അതിന് രൂപകൽപ്പന നടത്തിയത്. അപ്പോൾ ആ KTPDS ആക്ടിൽ റേഷൻ വ്യാപാരികൾക്ക് ദോഷകരമായി ബാധിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് ഞങ്ങളുമായി ചർച്ച ചെയ്ത് അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളൊരു അഭ്യർത്ഥന ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെച്ചു. മൂന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ 2019 കാലഘട്ടത്തിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ ഈ ലോകത്ത് കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങളെല്ലാം വീടും കടയും അടച്ച് അകത്തിരുന്നപ്പോഴും ഞങ്ങൾ ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി സാധനം വിതരണം ചെയ്യാൻ വേണ്ടി റോഡിൽ ഇറങ്ങിയിരുന്ന് അരി വിതരണവും മറ്റു വിതരണവും പാക്കറ്റ് ഈ ഫ്രീ ആയിട്ടുള്ള പാക്കറ്റ് എടുത്തു കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് 5 റുപ്യ വീതം സർക്കാർ തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊരു 11 മാസ കുടിശ്ശികയായിട്ട് ഞങ്ങളുടെ മുന്നിലുണ്ട്. ഈ കുടിശ്ശിക തരണമെന്ന് ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി നിർദ്ദേശം ഗവൺമെൻറ്റിന് കൊടുത്തു. ഹൈക്കോടതി നിർദ്ദേശം റേഷൻ വ്യാപാരിക്ക് അനുകൂലമായിട്ട് വന്നപ്പോൾ സർക്കാർ അത് അപ്പീൽ സുപ്രീം കോടതിയിൽ പോയി. എന്നിട്ടും വിജയിക്കാഞ്ഞിട്ട് അത് റേഷൻ വ്യാപാരികൾക്ക് ആ പൈസ അടിയന്തരമായിട്ട് കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിട്ട് പോലും അത് കൊടുക്കാനുള്ളൊരു ഒരു സന്മനസ് ഗവൺമെൻറ് കാണിക്കുന്നില്ല. അപ്പം മിനിസ്ട്രി ചർച്ചയിൽ പറഞ്ഞത് നമുക്ക് ഈ നമ്മുടെ സാമ്പത്തികം കേരളത്തിലൊന്ന് മെച്ചപ്പെട്ടു വരുമ്പോൾ അത് ഇതിനെക്കുറിച്ച് പരിഗണിക്കാമെന്നുള്ളതാണ്. അത് മെച്ചപ്പെട്ടു വരത്തില്ലെന്ന് നമുക്ക് ഏവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ കിറ്റ് കമ്മീഷൻ തരാൻ ഒക്കില്ല എന്ന് പറഞ്ഞതിന് തുല്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ചിട്ട് നമ്മുടെ വേതന പാക്കേജ് KTPDS ആക്ട് പരിഷ്കരിക്കുക, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കിറ്റിൻ്റെ കമ്മീഷൻ, വേറെ എന്തോരെണ്ണം ക്ഷേമനിധി വളരെ മോശമായി. ഞങ്ങൾ 200 റുപ്യ വെച്ചിട്ട് ക്ഷേമനിധി ബോർഡിലേക്ക് അടയ്ക്കുന്നുണ്ട്. അപ്പം ഒരു പൈസ പോലും അടയ്ക്കാതെ ക്ഷേമനിധി ബോർഡിൽ പ്രവർത്തനം വളരെ കാര്യക്ഷമമായിട്ട് പല മേഖലകളിലും ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഇത് 200 റുപ്യ വീതം ഞങ്ങൾ ഇടുന്നിടത്ത് ഒരു 10 രൂപ പോലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു കോൺട്രിബ്യൂഷൻ ഇല്ല. ഞങ്ങൾക്കത് യഥാർത്ഥത്തിൽ യാതൊരു പ്രയോജനവും ഈ ക്ഷേമനിധി ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് അടിയന്തരമായിട്ട് അത് പരിഷ്കരിക്കണമെന്നുള്ളൊരു ഡിമാൻഡ് കൂടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ 2 ദിവസത്തെ രാപ്പകൽ സമരം. കിറ്റ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുള്ള സമരം കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായിരുന്നു. പ്രവൃത്തി ദിവസങ്ങളിൽ സമരത്തിലേക്ക് പോകുമ്പോൾ പൊതുജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ തന്നെ ഈ പ്രതിഷേധം മാറുന്ന നിലയുമുണ്ട്. സന്തോഷ് കാരക്കോണത്തൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കിറ്റ് നൽകിയതിന്റെ കമ്മീഷൻ പോലും ഇതുവരെ റേഷൻ വ്യാപാരികൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സമരത്തിന് കാരണമായിട്ട് റേഷൻ വ്യാപാരികൾ പറയുന്നത്. ഇന്നും നാളെയും റേഷൻ കടകളിലേക്ക് പോകേണ്ട, റേഷൻ കടകൾ തുറക്കില്ല. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ആദ്യ റഷ്യൻ പര്യടനമാണ്. മേഖലയിലെ സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് റഷ്യയിലേക്ക് തിരിക്കും മുൻപ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രതിരോധം, ഊർജ്ജം, വ്യാപാരം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണം കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഓസ്ട്രിയയും മോദി സന്ദർശിക്കും. 40 വർഷത്തിനു ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6725, പവന് 53,800. 18 ക്യാരറ്റ് ഗ്രാമിന് 5605, പവന് 44,840. വെള്ളി ഗ്രാമിന് 99, കിലോയ്ക്ക് 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സംസ്ഥാനത്ത് ഗുണ്ടകളുടെ ആവേശം അതിര് കടക്കുകയാണോ? ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും.